ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഈ മാസം 8-ാം തീയതി വന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചത് 12-ാം തീയതിയാണ്. അപ്പോഴും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും അതിജീവിതയുടെ ആദ്യ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വാക്കുകളിൽ നിരാശ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുകൂടി പറയുന്നുണ്ട്. പോസ്റ്റിൽ നടിയെ ആക്രമിച്ച കേസിൽ ആദ്യത്തെ പ്രതികരണമാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കേസ് കെട്ടിച്ചമച്ചതായി പരിഹസിച്ചവർക്ക് വിധി സമർപ്പിക്കുന്നു. പൾസർ സുനി തനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള ആളല്ല എന്നും അതിജീവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റിയ, 2020 മുതൽ തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ അതിന്റെ കോടതി നടപടികളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് ആ തുടക്കത്തിൽ തനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പോസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ഒരു സ്ലൈഡ് ഉണ്ട്. കുറച്ച് മനുഷ്യർ എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു, ചിലരെ പോലെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചവർക്ക്, ക്രൂശിച്ചവർക്കൊക്കെ നന്ദി പറയുകയാണ് അതിജീവിത. എത്രത്തോളം വേദന, എത്രത്തോളം പരിഹാസം, എത്രത്തോളം അധിക്ഷേപം, അത്രയും ബുദ്ധിമുട്ട് അവർ നേരിട്ടുണ്ട് ഈ കഴിഞ്ഞ 8 വർഷമെന്ന് ആ പോസ്റ്റിൽ വ്യക്തമാണ്. ആര്യ, നടിയുടെ അതിജീവിതയുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക ഞാൻ കാണുന്നു. അതായത് വിധി എന്നത് ഒരല്പം ആശ്വാസം നൽകി എന്നത് അതിജീവിത പറയുന്നു. ബാക്കി നിരാശയുടെ വലിയൊരു ആഴത്തിലേക്ക് തള്ളിപ്പെട്ടതിന്റെ ഒരു വേദന നടി പങ്കുവെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ പലരെയും ഈ വിധി നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിൽ അത്ഭുതമില്ല എന്ന് അതിജീവിത പറയുന്നത് അതുകൊണ്ടാണ്. അന്യായമായ ചില നീക്കങ്ങൾ ഉണ്ടെന്ന് 2020 അവസാനം തന്നെ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നതാണ് അതിജീവിത അതിലെടുത്തു പറയുന്നത്. ഇതിൽ പോയിന്റായി അതിജീവിത പറയുന്നുണ്ട്: നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നാണ് വിധിക്ക് ശേഷം അതിജീവിതയുടെ ആദ്യ പ്രതികരണം. അതായത് ഒരു നീതി, ഒരു തുല്യത ഈ വിധിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത എടുത്തു പറയുന്നുണ്ട്. ഈ യാത്രയിൽ കൂടെ നിന്ന മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് നന്ദി പറയുമ്പോഴും ചില ചോദ്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ അതിജീവിത മുന്നോട്ട് വെക്കുന്നു. ട്രയൽ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ ഇതൊക്കെയാണ് കാരണമെന്ന് അതിജീവിത പറയുന്നത് ഇങ്ങനെയാണ്: 1, ഈ അടിസ്ഥാന അവകാശങ്ങൾ ഈ കേസിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, ഇന്ന് തന്നെ വാർത്ത വന്നതാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട്, ഹാഷ്വാലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അതിജീവിത പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് അത് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അടിസ്ഥാനമായ എന്റെ അവകാശം നിഷേധിക്കപ്പെട്ടു. ആ കോടതി വിധിയിൽ ജഡ്ജി എടുത്തു പറയുന്നത് മെമ്മറി കാർഡിനകത്തുള്ള ഫോൾഡറുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നതാണ്. അപ്പോൾ മെമ്മറി കാർഡിന്റെ കാര്യം, ഹാഷ് വാല്യൂ മാറിയത് വളരെ നിസ്സാരമായി കോടതി കണ്ടു എന്ന ഒരു പ്രതികരണം, ഒരു പ്രിയ, ഞാൻ റിയയിലേക്ക് വരാം.